നമ്മുടെ ബാഡ് ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് അവരെപ്പോഴും നമ്മുടെ സ്പെഷ്യലായിരിക്കും. അങ്ങനെ ഒരാളുടെ സ്പെഷ്യൽ ഡേ കൂടാനാണ് ഈ യാത്ര. ആക്ച്വലി ഐ വാസ് എ ബാങ്കർ. 10 ഇയേഴ്സ് വർക്ക് ചെയ്തു. പിന്നെ കയ്യിൽ നിന്ന് പോകുന്നതായപ്പോൾ നിർത്തി. രാത്രിയൊന്നും 9ഉം 10ഒക്കെ ആവാതെ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നായി. ലാസ്റ്റ് ബാങ്ക് പൂട്ടുന്ന 3 ആൾക്കാർ ഞാനും അശ്വതിയും നന്ദനുമാണ്. ഇവരെ പരിചയപ്പെടുത്താട്ടോ. സനുവേട്ടനും അശ്വതിയുടെ അച്ഛനും താഴെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ ഒരു പീരീഡ് ഇപ്പോൾ ഓർക്കുമ്പോൾ ഇങ്ങനെ നിസ്സാരമായി പറയുമെങ്കിലും അപ്പം അത്ര വലിയ സുഖമില്ലായിരുന്നു. എല്ലാവർക്കും എല്ലാ ജോബിലും അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാവും. എനിക്കത് പറ്റില്ല എന്ന് വന്നപ്പോൾ റൈറ്റ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നിയത് ഒരു ബ്രേക്കായിരുന്നു. അതിപ്പോഴും റൈറ്റ് ഡിസിഷനായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ നന്ദൻ്റെ മാരേജിനോ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ അശ്വതിയുടെ മാരേജ് വന്നപ്പോൾ പോവാം, നന്ദനെയും കൂടെ കാണാം. 2015 എൻ്റെ മാരേജിൻ്റെ 3-4 ദിവസം മുന്നേ ആയിരുന്നു എൻ്റെ പ്രൊമോഷൻ ടെസ്റ്റ്. കല്യാണം കഴിഞ്ഞ് തിരിച്ച് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ പ്രൊമോഷൻ ട്രാൻസ്ഫറും കിട്ടി ട്രിവാൻഡ്രത്തേക്ക്. സനുവേട്ടനും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. 8 വർഷത്തോളം ട്രിവാൻഡ്രാണ് വർക്ക് ചെയ്തത്, വേറെ വേറെ ബ്രാഞ്ചിലെന്ന് മാത്രം. അവിടെ 2 നല്ല ഹൗസ് ഓണേഴ്സിനെയും കിട്ടി. ആദ്യം 5 വർഷം താമസിച്ച വീട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ്. അവിടുത്തെ ഉമ്മ എന്ന് പറഞ്ഞാലോ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയും അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. ബാക്കി കഥ കുറച്ച് കഴിഞ്ഞ്. ഇതാണ് അശ്വതി, മൈ ബെസ്റ്റി. അഖിൽ, അശ്വതിയുടെ ഹസ്ബൻഡ്. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നിയെങ്കിലും അവരുടെ ബിഗ് ഡേയിൽ നമുക്കതിന് പറ്റില്ലല്ലോ. ഇതാണ് നന്ദൻ. ഞാനും ഇവനും ആദ്യം പൊരിഞ്ഞടിയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ നല്ല ഫ്രണ്ട്സായി. പിന്നെ വേറെയും ബാങ്കിലെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. എല്ലാവരും കൂടെ ഫോട്ടോസ് എടുത്തു, കുറേ സംസാരിച്ചു. കല്യാണ റിസപ്ഷൻ ഫുഡും അടിപൊളി. ഗുഡ് മോർണിംഗ്. ചിരിച്ചേ. പിറ്റേന്ന് രാവിലെ എണീറ്റ് സെറ്റായി ഞങ്ങൾ പോയത് രണ്ടാമതായി താമസിച്ച വീടിൻ്റെ പരിസരത്താണ്. 3 വർഷം താമസിച്ച, പ്രത്യേകിച്ച് കൊറോണ ടൈമിൽ താമസിച്ച വീട്. പോകുമ്പോഴാണെങ്കിൽ നല്ല മഴയും. നമ്മൾ മോഹൻലാലൊക്കെ പഠിച്ച MG കോളേജിൻ്റെ അടുത്താണ് നമ്മൾ ഈ വീട്. അവിടെ പരിസരത്തൊക്കെ പുതിയ ആൾക്കാരാണ്. ആരോടും ഒന്നും മിണ്ടാതെ വീട് മാത്രം ഒന്ന് ജസ്റ്റ് കണ്ടു. പണ്ട് പാറ സ്കൂളിൽ പോകുമ്പോൾ ഈ പൂവ് അവൾക്ക് എപ്പോഴും പറിച്ചു കൊടുക്കണം. അതോർത്ത് അവൾ അപ്പോൾ പൂ പറിച്ചു ചേർക്കാനും പറഞ്ഞു. പിന്നെ ലഞ്ചൊക്കെ സനുവേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. ഇതാണ് ഞങ്ങൾ ട്രിവാൻഡ്രം വന്നപ്പോൾ ആദ്യം താമസിച്ച വീട്. കാർ കയറില്ല എന്നുള്ള ഒരൊറ്റ റീസൺ കാരണമാണ് ഇവിടുന്ന് മാറിയത്. താഴെ ഓണറും മുകളിൽ ഞങ്ങളും. ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മ. താഴെ ഉമ്മയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു. ഒരു ഗ്യാപ്പിന് ശേഷം കാണുന്നുണ്ട്. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. രാത്രി ഡിന്നറൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പണ്ട് ബാങ്കിലെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു ടൈം ആവും. കുക്കിങ്ങൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആവാൻ ഓടുന്ന ഉമ്മാൻ്റെ അടുത്താണ്. അവിടുത്തെ കോലായിലിരുന്ന് ഒരു 11 മണിവരെയൊക്കെ ഇങ്ങനെ അവരോട് സംസാരിച്ചിരിക്കും. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സമാധാനവും ഒന്ന് വേറെ തന്നെയാണ്. ഉമ്മയുടെ മോളോട് ഉമ്മ എപ്പോഴും പറയുന്നതാ, ഇതും എൻ്റെ മോളാന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ദിവസം. സനുവേട്ടൻ ഓഫീസിലായിരുന്നു. ഇന്നത്തെ പോലെ പിന്നെ അന്ന് വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ സനുവേട്ടനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം നേരെ ഓടിയത് ഉമ്മാൻ്റെ അടുത്താണ്. എന്നിട്ട് ഉമ്മാനോടും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഇല്ലല്ലോ, അത് ഞാൻ തീർത്തത് ഉമ്മാൻ്റെ അടുത്താണ്. വീണ്ടും ട്രിവാൻഡ്രം പോകണമെന്ന് തോന്നുന്നത് ഇതുപോലെ കുറച്ച് പേർ അവിടെ ഉള്ളതുകൊണ്ടാണ്.